ജയത്തിൻ്റെ സനാതന ജയക്കൊടി മാനസിക ശോഭിതമായി ഭൂതലത്തിലെന്നും ദേവ ആത്മബോധോദയത്തിൻ്റെ സനാതന ജയക്കൊടി മാനസിക ശോഭിതമായി ഭൂതലത്തിലെന്നും ദേവ ഇഴകളോടങ്ങയ്ക്കുള്ള അളവറ്റ രാഗത്തിനായി ഭക്തിയോട് നന്ദി ചൊല്ലി പൊന്നുനാമം വാഴ്ത്തുന്നു ഞാൻ. ഇഴകളോടങ്ങയ്ക്കുള്ള അളവറ്റ രാഗത്തിനായി ഭക്തിയോട് നന്ദി ചൊല്ലി പൊന്നുനാമം വാഴ്ത്തുന്നു ഞാൻ. ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ പാരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവെ കാത്തുകൊള്ളുക. ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ പാരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവെ കാത്തുകൊള്ളുക. പാരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവെ കാത്തുകൊള്ളുക. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാൻ നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ, ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ, ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാൻ നമ്മൾക്ക്, ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക്. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാൻ നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ, ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ, ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാൻ നമ്മൾക്ക്, ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക്. ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്, ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. പൂരമായി വന്നല്ലോ പൂർണ്ണത ഓതിത്തന്നല്ലോ, പൂരമായി വന്നല്ലോ പൂർണ്ണതയോടെ തന്നല്ലോ. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്, പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അണിയണിയായി ചേർന്നിടാം അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം അറിവിൽ നിത്യം ചേർന്നിടാം.
പരിപൂർണമായി ഉയർത്തപ്പെടണം. തപസ്സുണ്ടാകണം, യാഗമുണ്ടാകണം, പൂജയുണ്ടാകണം, നാമസങ്കീർത്തനമുണ്ടാകണം. സർവ അടിമത്വങ്ങളെയും തച്ചുടച്ച് മാനവലോകത്തെ മാധവരൂപമാക്കി തീർക്കുവാൻ അവതാരമായി വന്ന പരമഗുരുവിന്റെ പരമോന്നതമായ ആദർശത്തെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഞാനിതാ ആദർശക്കൊടി ഉയർത്തി. സർവഹൃദയങ്ങളിലും അനുഭവമാകുമാറാകട്ടെ. സർവഹൃദയങ്ങളും ആദർശമായി മാറുമാറാകട്ടെ. സർവഹൃദയങ്ങളും ആനന്ദിക്കുമാറാകട്ടെ. ആത്മനാഥൻ പ്രത്യക്ഷമായി നിന്ന് തുടർന്ന് വരുന്ന 10 ദിനങ്ങളിലും ആനന്ദോത്സവം നടത്തുമാറാകട്ടെ. ഓരോ ഹൃദയങ്ങളും ആനന്ദ സാഗരത്തിൽ ആറാടുവാൻ തക്ക വിധത്തിൽ സർവശക്തിയായ എല്ലാം ഒരുക്കി കാത്തിരിക്കുന്നു. ഹൃദയങ്ങളിലേക്ക് അനുഭവപ്പെടുമാറാകട്ടെ. സർവജ്ഞാനോത്സവമായി അനുഭവപ്പെടുമാറാകട്ടെ. സർവജ്ഞാനോത്സവമായി അനുഭവപ്പെടുമാറാകട്ടെ. സർവശക്തിയുടെ പരിപൂർണമായ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് ഉന്നതമാം വിധത്തിൽ സർവകർമ്മങ്ങളും നടത്തുവാൻ സർവശക്തി നിങ്ങളെല്ലാം കരുതി വളർത്തുമാറാകട്ടെ. ഓരോ ദിവസവും നടക്കുന്ന ജന്മനക്ഷത്ര സ്ഥിതികളും ഓരോ കർമ്മപരിപാടികളും എല്ലാം ഒന്നിനൊന്നുപരിയായി സർവ്വതും നടക്കുവാനും നടത്തുവാനും മഹാശക്തി പ്രത്യക്ഷമായി ഇവിടെ നിറഞ്ഞു കാണുമാറാകട്ടെ. ഉദയനാം ജഗദീശ്വരനെ കരുണയും കരുതലും ആകുന്നു. ഉദയവരിൽ കൃപ ചൊരിയുന്നു. കരുണാവാരിധി അനുദിനവും. ആത്മനാഥനും ആനന്ദസമ്പൂർണനും ഉറ്റവനും ഉടയവനും ആരാധ്യനുമായ പരമഗുരുവായ പരലോകനാഥനാകുന്ന നിന്നിനു വഴി ഈ ലോകത്തിൽ കാണിറങ്ങി വന്ന് ഇഹലോകത്തിൽ പരലോക സ്ഥാപിക്കുന്ന വ്യവസ്ഥയാകുന്നു ആത്മബോധോദയ സംഘമെന്ന് അടിയങ്ങൾ അറിയുന്നു. ഈ ലോകത്തിൽ ഇതൊന്ന് നട്ടുപിടിപ്പിക്കുവാൻ അടിയങ്ങളുടെ ഉടമസ്ഥൻ എത്രമാത്രം ത്യാഗം സഹിച്ചു എന്ന് ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നത്. സർവ്വതും സൃഷ്ടിച്ചൊരുക്കിയ സർവാന്തര്യാമിയാകുന്ന ദൈവം ഒരു മധ്യവേഷം വാഹനമായി സ്വീകരിച്ചപ്പോൾ ഈ ലോകത്തിന്റെ സർവ്വ ദുഃഖങ്ങളും സ്വയം ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് ഏഴകൾ അറിയുന്നത്. ആ മഹാകഠിന ദുഃഖങ്ങളുടെ ഫലമാകുന്നു ഇന്ന് അന്വേഷികൾ ഒത്തുചേർന്ന് അങ്ങയുടെ തിരുനാമത്തിൽ ഈ ആനന്ദ കർമ്മങ്ങൾ ചെയ്ത് ആനന്ദിക്കുന്നതെന്ന് അടിയങ്ങൾ അറിയുന്നത്. ഒരു പകുതിരവുമില്ലാത്ത ഏടകളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നിയമവും നാമവും തന്ന് ആമയങ്ങൾ തീർത്ത് ആനന്ദം ഹൃദയത്തിൽ അനുഭവമാക്കിയ പരമകാർമികനായ പരിശുദ്ധമുള്ള ദൈവം. അതിനാകുന്ന ദൈവം 69 വർഷം കഴിഞ്ഞ് ആ
നാമത്തിൽ അവതരിച്ചു. ആനന്ദം ആനന്ദം അവതരിച്ചു, ശുഭാനന്ദ നാമത്തിൽ അവതരിച്ചു. ആനന്ദം അവതരിച്ചു, ശുഭാനന്ദ നാമത്തിൽ അവതരിച്ചു. ആനന്ദം നൽകിടുന്നു, ശുഭാനന്ദം ആത്മാവിൽ നൽകിടുന്നു. ആനന്ദം നൽകിടുന്നു, ശുഭാനന്ദം ആത്മാവിൽ നൽകിടുന്നു. ആനന്ദം ആനന്ദം നൽകിടുന്നു, ശുഭാനന്ദം ആത്മാവിൽ നൽകിടുന്നു. ഭേദങ്ങൾ ഒഴിച്ചിടുന്നു, ആത്മാക്കളിൽ ബോധം തെളിയിക്കുന്നു. ഭേദങ്ങൾ ഒഴിച്ചിടുന്നു, ഭേദങ്ങൾ ഒഴിച്ചിടുന്നു, ആത്മാക്കളിൽ ബോധം തെളിയിക്കുന്നു. ഭേദങ്ങൾ ഒഴിച്ചിടുന്നു, ആത്മാക്കളിൽ ബോധം തെളിയിക്കുന്നു. ആത്മാവിൽ ബോധം വന്നാൽ ആത്മാക്കളിൽ ആനന്ദം കണ്ടിടുന്നു. ആത്മാവിൽ ബോധം ആത്മാവിൽ ബോധം വന്നാൽ ആത്മാക്കളിൽ ആനന്ദം കണ്ടിടുന്നു. ആത്മാവിൽ ബോധം ആത്മാവിൽ ബോധം വന്നാൽ ആത്മാക്കളിൽ ആനന്ദം കണ്ടിടുന്നു. ആദിയന്താനന്ദമേ, ശുഭാനന്ദ നാമത്തിൽ ആനന്ദമേ. ആദിയന്താനന്ദമേ, ശുഭാനന്ദ നാമത്തിൽ ആനന്ദമേ. ആദിയന്താനന്ദമേ, ശുഭാനന്ദ നാമത്തിൽ ആനന്ദമേ. ആദിയന്താനന്ദമേ, ശുഭാനന്ദ നാമത്തിൽ ആനന്ദമേ. 142ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന് 142ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന് ആദർശ കൊടി ഉയർത്തി നമ്മൾ കാത്തിരിക്കുകയാണ്. ആദർശത്തിൽ കൊടിയേറ്റി നമ്മൾ കാത്തിരിക്കുക. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഓരോ ഹൃദയങ്ങളും ഓരോ ഭവനങ്ങളും ഒരുക്കപ്പെട്ട് കാത്തിരുന്നതാണ് ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ. ഇത് പരിപൂർണമായി അറിയാവുന്നവർ വളരെ കുറവാണ്. എന്നാൽ അറിയാതെ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ സത്യം കേൾപ്പിക്കുന്ന സമയത്ത് അതിന്റെ നിയമങ്ങൾ പറഞ്ഞു തരുമ്പോൾ അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം എന്ന പടികളിലൂടെ ഉയർന്നു വരണമെന്നും എന്നും വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം എന്ന പടികളിലൂടെ ഉയർന്നു വരണമെന്നും അതിനുവേണ്ടി പഞ്ചശുദ്ധി വഴികൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നും പഞ്ചദോഷ
പഞ്ചദോഷങ്ങളിൽ നിന്ന് ഒഴിയണമെന്നും പഞ്ചദോഷങ്ങളിൽ നിന്ന് ഒഴിയണമെന്നും പഞ്ചഗുണങ്ങൾ സമ്പാദിക്കണമെന്നും പഞ്ചഗുണങ്ങൾ സമ്പാദിക്കണമെന്നും പറഞ്ഞു തരുന്നതോടൊപ്പം ഭവനങ്ങളിൽ പിടിയരിയും വഞ്ചികയും സൂക്ഷിക്കാൻ കൂടി പറഞ്ഞു തരുന്നുണ്ട്. ഭവനങ്ങളിൽ പിടിയരിയും വഞ്ചികയും കൂടി സൂക്ഷിക്കുവാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? മേടത്തിലെ പൂരം നക്ഷത്രം വരുന്നു, മേടത്തിലെ പൂരം നക്ഷത്രം വരുന്നു, അധലോകം ഒത്തുചേർന്നു ആഘോഷിച്ചിടുന്നിതാ. മേടത്തിലെ പൂരം നക്ഷത്രം വരുന്നു, അധലോകം ഒത്തുചേർന്നു ആഘോഷിച്ചിടുന്നിതാ. ജന്മദിനമാഘോഷിപ്പാൻ അണിയണിയായി വന്നു ചേർന്നു, ജന്മദിനമാഘോഷിപ്പാൻ അണിയണിയായി വന്നു ചേർന്നു. നിയമിച്ച നിയമങ്ങളെ പാലിച്ചു വന്നു ചേർന്നു, ജന്മദിനമാഘോഷിപ്പാൻ അണിയണിയായി വന്നു ചേർന്നു. നിയമിച്ച നിയമങ്ങളെ പാലിച്ചു വന്നു ചേർന്നു. നിയമിച്ച നിയമങ്ങളെ പാലിച്ചു വന്നു ചേർന്നു. ഉന്നതനാകുന്ന ദൈവം നിയമിച്ച നിയമമാണ് പിടിയരിയും വഞ്ചികയും. ഉന്നതനാകുന്ന ദൈവം നിയമിച്ച നിയമമാണ് പിടിയരിയും വഞ്ചികയും. ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജന്മനക്ഷത്രത്തിന് ഒരു കുടുംബത്തിന്റെ ഓഹരിയായി കൃത്യമായ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു ധനം, ഒരു കുടുംബത്തിന്റെ ഓഹരിയായി കൃത്യമായ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു ധനം ഈ സന്നിധാനത്തിൽ എത്തിച്ചേരണമെന്ന ആ ആഗ്രഹത്തോടുകൂടി ദൈവം നിയമിച്ച നിയമമാണത്. ധനസമ്പാദനം എന്നുള്ളതിനേക്കാൾ ഉപരി വർഷങ്ങളായി ഇത് അനുഷ്ഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ആ നിലയിൽ സൂക്ഷിക്കുവാനും കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കുവാനും തുടങ്ങിയപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പൈസ, ഒരു നാണയം അതിനുള്ളിൽ ഇടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന പല സന്താനങ്ങളും ഇന്ന് എപ്പോഴെല്ലാം പൂജാമുറി കയറുന്നപ്പോഴെല്ലാം അതിലിടാനും അതിലെല്ലാം ഉപരിയായ വിശേഷങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ നേർച്ചകൾ അതിൽ അർപ്പിക്കാനും അവരവരുടേതായ വ്യക്തിപരമായ വിശേഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക യാത്ര പുറപ്പെടുമ്പോൾ ആ കുഞ്ഞ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ ആ കുഞ്ഞിന്റെ പിറന്നാൾ വരുമ്പോ അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഭവനത്തിൽ വരുന്നു അപ്പോഴെല്ലാം വിശേഷാൽ ദക്ഷിണ ഉൾപ്പെടെ ഇപ്പോൾ വഞ്ചികയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് അത് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു നാണയം എടുക്കാൻ പല ഭവനങ്ങളിലും ഇല്ലായിരുന്നു. ആ അവസ്ഥയിൽ അത് സൂക്ഷിച്ച് പരിപാലിച്ച് വന്നിരുന്നവർക്ക് അറിയാം. അത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മുതൽ അന്ന് ആദ്യം പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നെല്ലാം ഒരുക്കി ഈശ്വരൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ സന്നിധാനത്തിലേക്ക് ധനം എത്തിക്കുക എന്നതിനേക്കാൾ ഉപരി ഓരോ ഭവനങ്ങളുടെയും ഐശ്വര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം ആ നിയമം പാസാക്കിയത്. ഇത് സത്യമാണെന്ന് അനുഭവമുള്ളവർ കൈ ഉയർത്തിക്കണം. ഈ നിലയിൽ ദൈവം അറിയിച്ച നിയമമാണ് നിങ്ങൾ ഓരോരുത്തരും അറിയാതെ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഒരു ഓഹരി നിങ്ങൾ പോലും അറിയാതെ ജന്മനക്ഷത്രത്തിന് എത്തിച്ചേരും. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ അതിലേക്ക് ഒരുക്കപ്പെടുകയായിരുന്നു. നിങ്ങൾ പലരും ചില ദിവസങ്ങളിൽ ഓർത്ത് കാണുകയില്ല, ഇത്രാം തീയതി ഇത്ര സമയത്ത് പൂരം നക്ഷത്രം വരുന്നു എന്ന് ഓർത്തവരാരും കാണുകയില്ല. 2024 ആണ്ട് ഏപ്രിൽ മാസം 11-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 20-ാം തീയതി വരെ പൂരം ജന്മനക്ഷത്ര മഹോത്സവം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അല്ല ആരും വഞ്ചി പൈസ ഇട്ടത്. ആ നിയമിച്ച നിയമം ദൈവം
ദാനം ചെയ്തു, നിയമിച്ച ദൈവം ദാനം അത് ചെയ്തു. പാലിക്കുന്നു. അത് പാലിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഓരോന്നും അതിലേക്ക് സ്വരുക്കൂട്ടിയത്. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഓരോന്നും അതിലേക്ക് സ്വരുക്കൂട്ടിയത്. പക്ഷെ ഒരുങ്ങിയത് എന്തിനു വേണ്ടിയാണ്? പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്, പൂരം നക്ഷത്ര ദിനം പുണ്യദിനം, പൂരം പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇവിടെ നിന്ന് കൽപ്പിക്കുമ്പോ നിങ്ങളെ അറിയിക്കാറുണ്ട്, ഞാൻ ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടല്ല നിങ്ങളെ രക്ഷിക്കുന്നത്. നമ്മളോട് അറിയിക്കാറുണ്ട്, നമ്മൾ ഓരോരുത്തരെയും പറഞ്ഞുകൊണ്ടല്ല ഭഗവാൻ രക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രാം തീയതി ഇത്രാം തീയതി വരെ ശനിദശയാണ്, അതിൽ നിന്ന് ഞാൻ നിങ്ങളെ മാറ്റി നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ദോഷം വരാനിരിക്കുന്നു നിങ്ങളെ ഒഴിവാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ഒരു കാര്യവും അങ്ങനെയല്ല ചെയ്യുന്നത്. വളരെ അപൂർവ സമയങ്ങളിൽ അപൂർവം ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആരോടും അങ്ങനെ പറയാറില്ല. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ പോലൊരു ദോഷമുള്ള സമയമാകുന്നതാണ് ഞാൻ ഒഴിവാക്കുന്നത് പറയാറുണ്ട്. അല്ലാതെ അങ്ങനെ പറയാറില്ല. അത് വളരെ വളരെ അപൂർവമായ സമയത്ത് മാത്രമാണ് പറയുന്നത്. അങ്ങനെ കരുതി നിങ്ങളെ രക്ഷിക്കുന്ന ഗുരു അതേ നിലയിൽ തന്നെ നിങ്ങൾക്കുള്ള രക്ഷാമാർഗമാണ് ഈ നിയമത്തിലൂടെയും ദാനം ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? ജന്മിയാകുന്ന ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടത് ജന്മമെടുത്ത ആത്മലോകത്തിന്റെ കടമയാണ്. കടമ എന്ന് പറയുമ്പോൾ മഹാകടമാണത്. എന്തുകൊണ്ട്? ജന്മിയാകുന്ന ഗുരുവിന്റെ തിരഹിതം അറിഞ്ഞ് കർമ്മിച്ച് ആനന്ദത്തെ ആത്മാവിൽ പകർന്ന് ആനന്ദരൂപനോട് ചേർന്നു കൊള്ളാം എന്ന വ്യവസ്ഥയിലാണ് ജന്മം എടുത്തത്. ജന്മിയാകുന്ന ഗുരുവിനോടൊത്ത് ആനന്ദിച്ച് ആനന്ദത്തെ ആത്മാവിൽ പകർന്ന് ആനന്ദമായി ജീവിച്ചു കൊള്ളാമെന്ന ഉറപ്പോടുകൂടിയാണ് നമ്മൾ ഗുരുവാദത്തിൽ ജീവിക്കുന്നത്. ജന്മിയാകുന്ന ഗുരുവിന്റെ തിരുവിഷ്ടങ്ങളെ ചെയ്ത് ആത്മാവിൽ ആനന്ദിച്ച് ആ ആനന്ദത്തോടുകൂടി ഗുരുവെങ്കിലേക്ക് ചേർന്നു കൊള്ളാം എന്ന വ്യവസ്ഥയും പ്രകാരമാണ് ആ ജന്മം സ്വീകരിച്ചത്. മറന്നുപോകാതെ നീ മനമേ ബ്രഹ്മമഹാത്മ്യത്തിൻ ശക്തി, അവ ഉണ്ടായ സംഭവം ചൊല്ലിടുന്നിപ്പോൾ മറന്നുപോകാതെ നീ മനമേ. പലർക്കും പാടാൻ തന്നെ വലിയ പ്രയാസം അല്ലേ? ഇത്രയും നീളമുള്ള വരിയാണ്. അപ്പൊ ഇത് എഴുതിയത് എങ്ങനെയായിരിക്കും? ഇത് കീർത്തിച്ചത് എങ്ങനെയായിരിക്കും? മനച്ചെങ്കിൽ ഉദിക്കുന്ന മഹത്വമാം കീർത്തനം ജ്ഞാനതീർത്ഥമായി ഒഴുക്കുന്നു എന്തിനു വേണ്ടി? അജ്ഞാനമാസകലം സംഹാരം ചെയ്തിടുവാൻ, അജ്ഞാനമാസകലം സംഹാരം ചെയ്തിടുവാൻ, വിജ്ഞാനരൂപമാകും കീർത്തനം നൽകിടുന്നു. അജ്ഞാനമാസകലം സംഹാരം ചെയ്തിടുവാൻ, വിജ്ഞാനതീർത്ഥമാകും കീർത്തനം നൽകിടുന്നു.
ഒഴിവാക്കി ഉന്നതമായ വിജ്ഞാന രൂപമായി ആത്മാവിനെ കാണുവാനുള്ള ഏക വഴിയാണ് നാമസങ്കീർത്തനം. വിജ്ഞാനരൂപമായ ആത്മാവിനെ കാണുവാനുള്ള ഏക വഴിയാണ് നാമസങ്കീർത്തനം. ആ നാമസങ്കീർത്തനമാണ് ഓരോന്നോരോന്നായി അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഇന്നും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാമസങ്കീർത്തനമാണ് ഓരോന്നോരോന്നായി അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഇന്നും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അറിവുകളെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് അവതാരം എന്ന് പേര് വന്നത്. അറിവുകളെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് അവതാരം എന്ന പേര് വന്നത്. ഈ അറിവിൽ കൂടി അല്ലാതെ അവതാര രൂപത്തെ കാണുവാൻ മറ്റു മാർഗമില്ല. അറിവിൽ കൂടി അല്ലാതെ അവതാര രൂപത്തെ കാണുവാൻ മറ്റു മാർഗമൊന്നുമില്ല. ആ നിത്യവും കേൾക്കുകയും അതിനെ തന്നെ ഗ്രഹിക്കുകയും അതിനെ തന്നെ ധ്യാനിക്കുകയും അതിൽ കൂടി ജീവിക്കുകയും ചെയ്യുന്ന ആത്മാവിൽ അറിവാകുന്ന അവതാരം ആനന്ദമായി ആറാടുന്നത് കാണുവാൻ കഴിയും. ആ കാഴ്ച ആദർശ കാഴ്ച, ആനന്ദ കാഴ്ച, ശുഭാനന്ദ കാഴ്ച ആത്മാവിൽ തെളിയിക്കുവാൻ ഉദയമായി വരുന്നു ബോധസ്വരൂപൻ. ഉദയമായി വരുന്നു ബോധസ്വരൂപൻ. ഉദയമായി വരുന്നു ബോധസ്വരൂപൻ. ജ്ഞാനപ്രകാശം ഉദയമാക്കുവാൻ അനുദയമായി വരുന്നു ജ്ഞാനപ്രകാശം ഉദയമാക്കുവാൻ ജ്ഞാനായുധം ആത്മകരങ്ങളിലേന്തി ജ്ഞാനായുധം ആത്മകരങ്ങളിലേന്തി കലിയുഗ ഖഡ്ഗി ഉദയമായി വരുന്നു. ജ്ഞാനായുധം ആത്മകരങ്ങളിലേന്തി ഉദയുഗ ഖഡ്ഗി ഉദയമായി വരുന്നു. കലിയെ വധിച്ചു കുലമതു ഉയർത്താൻ കലിയെ വധിച്ചു കുലമതു ഉയർത്താൻ മാനവലോകെ ഉദയമായി വരുന്നു. കലിയെ വധിച്ചു കുലമതു ഉയർത്താൻ മാനവലോകെ ഉദയമായി വരുന്നു. മാനവലോകെ ഉദയമായി വരുന്നു. ഒടുങ്ങട്ടെ അജ്ഞാനം, വളരട്ടെ ശാന്തി. ഒടുങ്ങട്ടെ അജ്ഞാനം, വളരട്ടെ ശാന്തി. ഒടുങ്ങട്ടെ അജ്ഞാനം, വളരട്ടെ ശാന്തി. കലിയുഗ ഖഡ്ഗി ഉദയമായി വാഴട്ടെ. ഒടുങ്ങട്ടെ അജ്ഞാനം, വളരട്ടെ ശാന്തി. ഒടുങ്ങട്ടെ അജ്ഞാനം, വളരട്ടെ ശാന്തി. കലിയുഗ ഖഡ്ഗി ഉദയമായി വാഴട്ടെ. കലിയുഗ ഖഡ്ഗി ഉദയമായി വാഴട്ടെ. ഒടുങ്ങട്ടെ അജ്ഞാനം, വളരട്ടെ ശാന്തി. ഒടുങ്ങട്ടെ അജ്ഞാനം, വളരട്ടെ ശാന്തി. കലിയുഗ ഖഡ്ഗി ഉദയമായി വാഴട്ടെ. കലിയുഗ ഖഡ്ഗി ഉദയമായി വാഴട്ടെ. കലിയുഗ ഖഡ്ഗി അവതരിപ്പിച്ചു തരുന്ന അറിവുകളെ സ്വീകരിക്കുവാനും പാലിക്കുവാനും ആത്മലോകം തീരുമാനിക്കണം. അപ്പോഴാണ് അജ്ഞാനങ്ങൾ അകലുന്നത്, അന്ധകാരം ഒടുങ്ങുന്നത്, ആത്മശുദ്ധി വർദ്ധിക്കുന്നത്, ആത്മാനന്ദം ആ ഓരോരുത്തർക്കും അനുഭവമാകുന്നു. അങ്ങനെ ആനന്ദം ആത്മലോകയെ പ്രദാനം ചെയ്യുവാൻ അവതാരമായി വന്ന ഗുരുവിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഇതാ നമ്മൾ ആദർശ കൊടി ഉയർത്തി
ഉയർത്തി കാത്തു നിൽക്കുകയാണ്. ആദർശ തൃക്കൊടി ഉയർത്തി കാത്തു നിൽക്കുകയാണ്. അതിൽ നിന്ന് ഉന്നതമായ ആനന്ദം ലോകത്തിലേക്ക് പ്രസരിക്കുമ്പോൾ, അതിൽ നിന്ന് ഉന്നതമായ ആനന്ദം ലോകത്തിലേക്ക് പ്രസരിക്കുമ്പോൾ, എന്തിൽ നിന്ന്? ഹൃദയാകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചതുർവർണ്ണ കൊടിയിൽ നിന്ന്. ഹൃദയാകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചതുർവർണ്ണ കൊടിയിൽ നിന്ന്. അതിന്റെ പ്രതീകമാണ് നമ്മുടെ കൊടിമരത്തിൽ ഉയർത്തിയ ആദർശ കൊടി. അതിന്റെ പ്രതീകമാണ് നമ്മൾ കൊടിമരത്തിൽ ഉയരേണ്ടത് എവിടെയാണ്? ആ മാനവ ലോകത്തിന്റെ ഹൃദയങ്ങളിലാണ് ഉയർത്തപ്പെടേണ്ടത്. മാനവലോകത്തിന്റെ ഹൃദയങ്ങളിലാണ് ഉയർത്തപ്പെടേണ്ടത്. അപ്പോഴാണ് അതിൽ നിന്ന് ആനന്ദം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അതിൽ നിന്ന് ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദത്തെ നുകരുന്ന ഉന്നതമായ ആദർശവും ആദർശ സ്ഥാപനവുമാണിത്. അത് ഓരോരുത്തരും കരസ്ഥമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾ എല്ലാവരും ആർത്തിയോടുകൂടി ആദർശ കൊടിയേറ്റ് കർമ്മത്തിൽ പങ്കെടുക്കുവാൻ വന്നതാണ്. ഇന്ന് നടക്കുന്ന സ്തുതിയിൽ പങ്കെടുക്കുന്നവരുമുണ്ട്. ഈ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിങ്ങൾ സാധാരണ വന്നു ചേരുമ്പോൾ ഉള്ളതിനേക്കാൾ ഒരു പ്രത്യേകതയും ചൈതന്യവും ഉണ്ട് എന്ന് സമ്മതിക്കുന്നവരെന്ന് കൈയുയർത്തിക്കണ്ട. ആ നിലയിൽ ഈ അനുഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവതാര പുരുഷന്റെ അവതാര സുദിനത്തെ ഘോഷിക്കുവാൻ ഈ ലോകത്തിൽ സർവ്വതും ഒരുക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രകൃതി ഒരുങ്ങുന്നു, ഭൂതലോകം ഒരുങ്ങുന്നു, ദേവലോകം ഒരുങ്ങുന്നു, സർവ്വലോകങ്ങളും ഒരുങ്ങുന്നു, സർവാത്മാക്കളും ഒരുങ്ങുന്നു. സൂക്ഷ്മാവസ്ഥയിലും സ്ഥൂലാവസ്ഥയിലും ഒരുക്കങ്ങൾ നടക്കുകയാണ്. ആ ഒരുക്കങ്ങളാണ് നിങ്ങളിലേക്ക് ഈ ചൈതന്യം പകരുന്നത്. ഈ സൂക്ഷ്മാവസ്ഥയിൽ നിൽക്കുന്നവരൊക്കെ ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? സമ്പൂർണ്ണ സൂക്ഷ്മ സ്വരൂപനാകുന്ന ഗുരുവിനെ അവർക്കൊക്കെ കാണാനിടയാകുന്നത് അവതാരമായി വന്ന് വാഴുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം അവർക്കറിയാം. മാനവലോകം അങ്ങനെ ചിന്തിക്കുകയില്ല. ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഇന്ന കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നു, എന്റെ കാര്യം സാധിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ വിശ്വസിക്കുന്നു, ഇങ്ങനെയൊക്കെ കരുതുകയുള്ളൂ. ഇതിന്റെ യഥാർത്ഥമായ അവസ്ഥയെ ചിന്തിക്കുവാനോ അറിയുവാനോ എല്ലാവർക്കും കഴിവില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം, ആത്മസുഖത്തെ കരുതി ജീവിക്കുന്നവർക്കല്ലാതെ ശുഭാനന്ദാശ്രമത്തിൽ നിലനിൽപ്പില്ല. ഭാഗ്യമായ എന്തെല്ലാം കരുതി നമ്മൾ ജീവിച്ചാലും, അനേക വർഷം അനേക കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും, ആത്മസുഖത്തെ കരുതി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഒരിക്കലും അവർക്ക് സ്ഥായിയായ ഒരു നിലനിൽപ്പതിനുള്ളിൽ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? ബാഹ്യമെല്ലാം ഇല്ലാതാകുന്നതാണ്. ഈ അകമേയുള്ള സുഖവും കരുതലുമാണ് നിലനിൽക്കുന്നത്. നശ്വരമായതിൽ ഇച്ഛ വരാതെ ക്ഷണഭംഗുരവുമായ ഈ ലോകത്തോടുള്ള ബന്ധം അത് എന്തിനു വേണ്ടിയാണെന്നും എപ്പോൾ വരെ ഇത് ആവശ്യമുണ്ടെന്നും ഏത് പ്രകാരത്തിൽ ഇതിനെ കരുതണമെന്നും കൃത്യമായി അറിഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരപകടവും ഉണ്ടാവുകയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ബൈക്കിനൊക്കെ 1 ലക്ഷത്തിൽ കൂടുതൽ വിലയുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു യൂട്യൂബിൽ ഞാൻ വീഡിയോ കണ്ടു. ഒരു ബൈക്കുകാരൻ
ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറെ ബൈക്കും അതുപോലുള്ള ചെറിയ വാഹനങ്ങളൊക്കെ അതിന് തൊട്ടടുത്ത് പോയി നിൽക്കുക. ആദ്യം നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. അപ്പൊ പുറകിൽ നിൽക്കുന്ന ബൈക്കുകാരെല്ലാം പെട്ടെന്ന് പുറകോട്ട് മാറി. ഒരു ബൈക്കുകാരൻ പുറകോട്ട് എടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് അത് മാറ്റിയെടുക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ ഈ പെട്ടെന്ന് മാറുന്നത് കാണുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ റെയിൽപാളം ഒന്നിലധികം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങേയറ്റത്തെ പാളത്തിൽ കൂടാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത പാളത്തിൽ കൂടെ അടുത്ത ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. പുറകിൽ നിന്നവരത് കണ്ടു, മുന്നിൽ പോയി നിന്ന ആളത് കണ്ടില്ല. പെട്ടെന്ന് ഈ ബൈക്ക് പുറകോട്ട് എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. പെട്ടെന്ന് അയാൾ ഇറങ്ങി ചാടി, ബൈക്കിൽ നിന്ന് ഇപ്പുറത്ത് ചാടി രക്ഷപ്പെട്ടു. പക്ഷേ ബൈക്ക് പൊടിയായി പോയി. അവിടെ ഉപേക്ഷിച്ചത് സ്വന്തം ധനത്തെയാണ്. ആ ധനത്തിന് വേണ്ടി അയാൾ വീണ്ടും പിടിക്കുകയായിരുന്നുവെങ്കിൽ അയാളുടെ ജീവൻ അപകടത്തിലായി, ആത്മാവി ദേഹം വിട്ടു പോയേനെ. അവിടെ അയാൾ അത് കരുതിയില്ല. സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടി അത്രയും വിലപിടിപ്പുള്ള ബൈക്ക് അയാൾ ഇവിടെ ഉപേക്ഷിച്ചു. അങ്ങനെ പലതും ഈ ലോകത്തിൽ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ആത്മസുഖത്തെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. സുഖത്തെ കരുതി ജീവിക്കുവാനുള്ള പരിശീലനമാണ് ഈശ്വരൻ തരുന്നത്. അതാണ് നമ്മുടെ ജന്മനക്ഷത്ര മഹോത്സവത്തിലും അതാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ബാഹ്യമായ ഒരുക്കങ്ങൾ അനവധി ദിവസം കൊണ്ട് മാസങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങുകയാണ്. എല്ലാം ബാഹ്യത്തിൽ നിൽക്കുന്ന ഒരുക്കങ്ങളെല്ലാം ഈ ആഘോഷം കഴിയുമ്പോൾ തീർന്നു പോകും. എന്നാൽ ഓരോ ഹൃദയങ്ങളും ഒരുങ്ങുന്ന അവസ്ഥ അനുസരിച്ച് ഈ ജ്ഞാനാമൃതം ഓരോ ഹൃദയത്തിലേക്കും പകർന്ന് ലഭിക്കപ്പെടുമ്പോൾ ആനന്ദം പരമാനന്ദം അങ്ങനെ വർദ്ധിച്ചു വരുന്നത് കാണാൻ പറ്റും. നമ്മളെല്ലാവരും പാല് തിളപ്പിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ തിളപ്പിക്കുന്ന കണ്ടിട്ടെങ്കിലും ഉണ്ടാകുമല്ലോ. കാരണം പാല് കാച്ചൽ എന്നൊരു ചടങ്ങ് തന്നെ ഇന്നുണ്ടല്ലോ. ഭവനങ്ങൾ നിർമ്മിച്ച് ആദ്യം ചെയ്യുന്ന ചടങ്ങ് പാല് കാച്ചുക എന്നാണ്. അപ്പൊ ഈ പാല് അങ്ങനെ തിളച്ച് പതഞ്ഞ് പൊങ്ങി ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ ആനന്ദം അങ്ങനെ പതഞ്ഞു പൊങ്ങി മേപ്പോട്ട് വന്നങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ആനന്ദ സാഗരേ ആറാടി വാഴുവാൻ അഖിലേശൻ തന്നൊരു നിയമമേത്.
എന്റെ ആത്മനാഥന്റെ കർമ്മങ്ങൾ. സകല ആത്മാക്കളും അതാക്കി കരുതുക എന്റെ ആത്മനാഥന്റെ കർമ്മങ്ങൾ. അപ്പോൾ എന്താണ് വേണ്ടത്? എല്ലാവരും ഇങ്ങനെ കണ്ണുമടച്ച് ജപിച്ചിരിക്കാനാണോ? അല്ല, അണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം, നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അല്ലാതെ കണ്ണുമടച്ച് ജപിച്ചിരിക്കാനല്ല ശുഭാനന്ദ ആദർശം. അറിവിൽ കൂടി ആചരിച്ച് കൃത്യനിഷ്ഠയോടുകൂടി ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആ കർമ്മത്തിൻ ഫലമായ ആത്മാവിൽ ആനന്ദം സിദ്ധമാകണം. അതേ സ്ഥായിയായി നിൽക്കുകയുള്ളൂ. ഒരാൾ ആനന്ദിക്കുന്നത് കണ്ട് ഒരാൾ ആനന്ദിച്ചാൽ ആനന്ദമാവുകയില്ല. ആനന്ദിക്കുവാൻ കാരണമായ കർമ്മം എന്താണോ ആ സൽക്കർമ്മത്തെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോഴാണ് ആത്മാവിൽ ആനന്ദം എത്തുന്നത്. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് നിത്യാനന്ദത്തിൽ എത്തുവാൻ നിത്യാനന്ദ സ്വരൂപനാകുന്ന ഈശ്വരൻ അവതരിപ്പിച്ച അറിവാണ് ഈ ആദർശം. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് നിത്യാനന്ദത്തിൽ എത്തുവാൻ നിത്യാനന്ദ സ്വരൂപൻ അവതരിപ്പിച്ച കർമ്മങ്ങളാണ് അറിവാണ് ഈ ആദർശം. അങ്ങനെ നിത്യാനന്ദ സമ്പൂർണ്ണയാകുന്ന ഗുരു അറിയിച്ച അറിവിനെ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അളവില്ലാത്ത ആനന്ദമാത്മാവിൽ അനുഭവമാകുവാൻ വേണ്ടി ജീവിതം ചെയ്യണം. അതിനുവേണ്ടി ചിന്തിക്കണം, അതിനുവേണ്ടി പറയണം, അതിനുവേണ്ടി സ്തുതിക്കണം, അതിനുവേണ്ടി കർമ്മിക്കണം, അതിനുവേണ്ടി ജീവിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ജീവിക്കാൻ പ്രാർത്ഥിച്ചും ഭക്തജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ആദർശപുരുഷന്റെ ജന്മദിനം ആനന്ദോത്സവമായി ഭവിക്കും. അങ്ങനെ ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. ഇങ്ങനെ സർവാത്മാക്കളിലും ആനന്ദം നിറച്ചുകൊണ്ട് പ്രാവശ്യത്തെ പൂരം ജന്മനക്ഷത്രം സർവശക്തിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും പ്രകൃതിയും ഒരുങ്ങി നിന്ന് ഒന്നായി നിന്ന് ആനന്ദമായി ഭവിപ്പിക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ ജന്മനക്ഷത്രത്തെ ഘോഷിക്കുവാൻ അനേകം ദിനങ്ങളായി അനേകം സാധുക്കൾ വിവിധ വിധത്തിലുള്ള നേർച്ചകളും കാഴ്ചകളും കൊണ്ടുവന്ന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യവും വള്ളികുന്നത്തുനിന്ന് ഒരു വണ്ടി നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസവും അനേകം ആളുകൾ അരിയും പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതുപോലെ തുകകളായി ധനമർപ്പിക്കുന്നവരുണ്ട്. ഇന്നും അനേകം ആളുകൾ അതിനുവേണ്ടി ധനമർപ്പിച്ചു. എല്ലാം ഞാനിതാ എന്റെ കയ്യിലേക്ക് സ്വീകരിക്കുകയാണ്. എല്ലാം നിങ്ങൾക്ക് നന്മയും ഐശ്വര്യവുമായി തിരികെ നൽകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലുപരി ആനന്ദം നിങ്ങളിൽ ഭവിക്കുമാറാകട്ടെ. അതിലുപരി ആനന്ദം നിങ്ങളിൽ ഭവിക്കുമാറാകട്ടെ. ഓ ആനന്ദരൂപന്റെ ആനന്ദ കർമ്മങ്ങൾക്കായി എന്നും നിങ്ങളെ നിലനിർത്തുമാറാകട്ടെ. ആനന്ദം അനുഭവിക്കുന്ന ഒരു ജനസമൂഹം ഈ ലോകത്തിൽ ഉയർന്നു വരേണ്ടത് അവതാരത്തിന്റെ ആവശ്യമാണ്. അവതാര കർമ്മങ്ങളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ അഹങ്കാരമില്ലാത്ത സന്താനങ്ങളുടെ ആവശ്യമുണ്ട്. അങ്ങനെ അഷ്ടാഹങ്കാരാദികളെ വർജിച്ച് പഞ്ചഗുണങ്ങളിലൂടെ വളർന്ന് ഉന്നതനാകുന്ന ദൈവത്തിന്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം കരുതുമാറാകട്ടെ. എല്ലാ നേർച്ചകളെയും നേർച്ചക്കാരെയും ഞാനിതാ സ്വീകരിക്കുന്നു. ഓ ഉന്നതമായ നമ്മുടെ മഹാഗോപുരം ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ആർത്തിയായി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി വിവിധ വിധത്തിലുള്ള നേർച്ച കാഴ്ചകളും സങ്കല്പങ്ങളും അർപ്പിച്ച് തപസ്സോടുകൂടി ഇവിടെ ജീവിക്കുന്ന ആത്മദീപത്തെ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ഉന്നതമായ മഹാപ്രകാശത്തെ ആവാഹിച്ച്
അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാനന്ദ ദീപമായി എപ്പോഴും കരുതട്ടെ. അപ്പോൾ രാജഗോപാല് ഇപ്പോൾ ദേഹവശാൽ ഇവിടെ ഇല്ല എങ്കിലും ഉന്നതമായ ഇതിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടി പല കർമ്മങ്ങളിലാണ്. പലയിടങ്ങളിൽ പോയി പലരെ കാണുകയും പല കാര്യങ്ങൾ സ്വരൂപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സാധുവിനെയും കുടുംബത്തെയും മഹാശക്തി എപ്പോഴും കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ സ്ഥപതികളെയും ശില്പികളെയും ഇതിനുവേണ്ടി കർമ്മിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ സന്താനങ്ങളെയും മഹാശക്തി ദർശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പരമപരിശുദ്ധമായ തന്റെ തൃപ്പാദത്തെ വർണ്ണിക്കുമ്പോൾ അതിലേക്ക് പരിശുദ്ധമായി തന്നെ നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം. അതിനുവേണ്ടി മനസ്സാ വാച കർമ്മണ പരിശുദ്ധമായി പ്രവർത്തിക്കുവാൻ സാധുക്കളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവശക്തിയുടെ മഹാകാരുണ്യം അനുഭവിക്കുവാൻ ഈ 10 ദിവസവും എല്ലാ സന്താനങ്ങളെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആനന്ദ സാഗരത്തിൽ ആറാടിക്കൊണ്ട് നമുക്ക് പൂരം ആഘോഷിക്കുവാൻ അനുവദിക്കട്ടെ. ജന്മനക്ഷത്ര സ്തുതികളും സമ്മേളനങ്ങളും സമൂഹ സദ്യയും ഭക്തിഗാന സുധയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികളും എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്നുപരിയായി നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിലെല്ലാം ഉപരി നമുക്ക് 2 ഘോഷയാത്രകൾ നടക്കാനുണ്ട്. 9ാം ഉത്സവത്തിൽ നടക്കുന്ന ജന്മനക്ഷത്ര ഘോഷയാത്രയും 10ാം ദിവസം നടക്കുന്ന ജന്മനക്ഷത്ര പ്രകാശയാത്രയും എല്ലാം ഒന്നിനൊന്നുപരിയായി മഹാശക്തി എഴുന്നള്ളി നടത്തുമാറാകട്ടെ. ആ വിധത്തിൽ നടത്തുവാൻ എന്റെ സന്താനങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ മൈക്കിൽ കൂടി പറയുന്നതാണ്. അത് നിങ്ങൾക്ക് അനുഭവമുണ്ട്. ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി എല്ലാം ഈശ്വരൻ തരുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കണ്ട, ഒന്ന് കൈയടിച്ചു കേട്ട. എന്റെ ദൈവം കഴിവുള്ള ദൈവമാകുന്നു. എന്റെ ദൈവം കഴിവുള്ള ദൈവമാകുന്നു. സർവഭൂമി പ്രകൃതിയിൽ ഒരുക്കുന്നു താൻ
സർവശക്തനായ, സർവ ഐശ്വര്യപ്രദായകനായ, സർവശക്തിയെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എല്ലാം പ്രകൃതിയിൽ കൂടി ദാനം ചെയ്യുവാനായിട്ട്, എല്ലാം